പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ബെത്ലഹേം ടെലിവിഷനിലൂടെ റൈസ് അപ്പ് എന്ന ശുശ്രൂഷയിലേക്ക് യേശുനാമത്തിൽ വലിയ സ്നേഹത്തോടെ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ വചനം ധ്യാനിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നിത്യജീവൻ്റെ പാതയിൽ നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവ് നമ്മുടെ കുടുംബങ്ങളെ, ശുശ്രൂഷകളെ, വ്യക്തിജീവിതങ്ങളെ ഈ ശുശ്രൂഷയിലൂടെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവർ, ഇന്നേ ദിവസം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ദൂത് യേശുവിലുള്ള വിശ്വാസം നമ്മുടെ ജീവിതങ്ങളിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 28-16 പറയുന്നു, വിശ്വസിക്കുന്നവൻ ചഞ്ചലചിത്തനാവുകയില്ല. ഇത് വലിയൊരു വാഗ്ദാനമാണ് പ്രിയപ്പെട്ടവരെ. കർത്താവിൽ വിശ്വസിക്കുന്ന, അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തി ഏതൊരു പ്രതിസന്ധിയുടെ മുന്നിലും ചഞ്ചലചിത്തനാവുകയില്ല, ദുർബലനാവുകയില്ല. പ്രഭാഷകൻ 2:13 പറയുന്നു, ദുർബല ഹൃദയർക്ക് ദുരിതം, എന്നാൽ അവർക്ക് വിശ്വാസമില്ല, അവർ അരക്ഷിതരായിരിക്കും. ഇന്ന് അനേകം വ്യക്തികൾ, കുടുംബങ്ങൾ അരക്ഷിതരാവസ്ഥയിലാണ്. എന്താണ് കാരണം? വിശ്വാസമില്ല. കർത്താവ് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നമ്മെ താങ്ങി നിർത്തുന്ന പില്ലർ. പ്രിയപ്പെട്ടവരെ, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 4:16 പറയുന്നു, വാഗ്ദാനങ്ങൾ നൽകപ്പെട്ടിട്ടുള്ളത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. യേശു ക്രിസ്തു വഴി ദൈവം നൽകിയിട്ടുള്ള സകല വാഗ്ദാനങ്ങളും സ്വീകരിക്കുവാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ സജ്ജരാക്കപ്പെടുന്നത് നമ്മൾ യേശുവിൽ വിശ്വസിക്കുമ്പോഴാണ്. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ദിവസം പരിശുദ്ധാത്മാവ് നൽകുന്ന ഈ ദൂത് നമുക്ക് സ്വീകരിക്കാം. വിശ്വാസം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. മാർക്കോസ് എഴുതിയ സുവിശേഷം 9:23 പറയുന്നു, വിശ്വസിക്കുന്നവർക്ക് സകല കാര്യങ്ങളും സാധ്യമാണ്. ഈ വചനം ഓർക്കുമ്പോൾ ഞാനൊരു സംഭവം ഓർക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഈ വചനം ധ്യാനിക്കുമ്പോൾ ഞാനൊരു സംഭവം ഓർക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ജോലിയിലായിരുന്ന സമയത്ത് ഞാൻ ഒരു വലിയ റീറ്റെയിൽ സ്ഥാപനത്തിൻ്റെ കൊച്ചിയിലുള്ള അവരുടെ ബ്രാഞ്ചിൻ്റെ മാനേജറായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 400ഓളം സ്റ്റാഫുകൾ അവിടെയുണ്ട്. ഈ സമയത്ത് എൻ്റെ ഓഫീസിൽ മോർണിംഗ് വർക്കുകളെല്ലാം കഴിഞ്ഞ് ഞാൻ ആ സ്ഥാപനത്തിൽ നടക്കുകയാണ്. ഈ സമയത്ത് ഞാൻ കാണുന്ന കാഴ്ച, അവിടെ ഉള്ള ഒരു ജോലിക്കാരൻ സൈഡിൽ ഇരുന്ന് പൊട്ടി കരയുകയാണ്. ഞാൻ ആ സമയത്ത് അവൻ്റെ കൂട്ടുകാരനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇവൻ കരയുന്നത്? അവർ ഇപ്രകാരമാണ് പറഞ്ഞത്, ഇവൻ എപ്പോഴും കരച്ചിലാണ്. ഞങ്ങൾ ഇവൻ ഒരിക്കലും സന്തോഷവാനായി കണ്ടിട്ടില്ല. ഞാൻ അവൻ്റെ ഷോൾഡറിൽ കൈകളിലിട്ട് അവനെ എൻ്റെ ക്യാബിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ആ സ്ഥാപനത്തിലെ ഒരു ക്ലീനിങ് ജോലി ചെയ്യുന്ന ഒരു സഹോദരൻ, ആ സഹോദരനോട് ഞാൻ സംസാരിച്ചു, എന്തുകൊണ്ടാണ് നീ കരയുന്നത്? ആ സഹോദരൻ പറഞ്ഞു, ഞാൻ ജീവിതത്തിൽ സന്തോഷം എന്നുള്ളത് അനുഭവിച്ചിട്ടില്ല. ഞാൻ ചോദിച്ചു, എന്താണ് കാരണം? അവൻ ഇപ്രകാരമാണ് പറഞ്ഞത്, എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ വർഷങ്ങളായി തളർന്നു കിടക്കുകയാണ്. എൻ്റെ അമ്മയാണ് അച്ഛനെല്ലാം ശുശ്രൂഷിക്കുന്നത്, എന്നാൽ അമ്മയ്ക്കിപ്പോൾ നിരാശയാണ്, ജീവിതത്തിൽ പ്രത്യാശയില്ല. ഒരു അനുജനുണ്ട്, അനുജൻ ഒരു ചിക്കൻ ഷോപ്പിൽ നിൽക്കുകയാണ്, എന്നാൽ അവൻ കടുത്ത മദ്യപാനത്തിലും മയക്കുമരുന്നിലുമാണ് ജീവിക്കുന്നത്. ഒരു സഹായവും അവന് ഞങ്ങൾക്കില്ല. എനിക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്ന ആ ശമ്പളം ഭൂരിഭാഗവും ഞാൻ ചെലവഴിക്കുന്നത് എൻ്റെ അച്ഛൻ്റെ ചികിത്സയ്ക്കാണ്. എൻ്റെ വീട്ടിൽ പോകാൻ എനിക്ക് തോന്നുന്നില്ല, കാരണം വീട്ടിൽ എപ്പോഴും ദുഃഖമാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ആയിരിക്കും. പലപ്പോഴും എൻ്റെ ജീവിതം മുഴുവനും ദുഃഖത്തിലും പാപത്തിലുമാണ്. ഇതിന്ന് രക്ഷപ്പെടാൻ ഞാൻ പലപ്പോഴും പാപത്തിൽ വീണ് പോയിട്ടുണ്ട്. ഈ സഹോദരൻ എന്നോട് പങ്കുവച്ചപ്പോൾ എനിക്ക് ഈ സഹോദരനോട്, ഈ ചെറുപ്പക്കാരനോട് എനിക്ക് വല്ലാത്തൊരു അനുകമ്പ തോന്നി. കാരണം അവൻ യേശുവിനെ അറിഞ്ഞിട്ടില്ല, ഒരു വിജാതീയ ചെറുപ്പക്കാരൻ. ഞാൻ അവനോട് യേശുവിനെ കുറിച്ച് പറഞ്ഞു. ലൂക്കാ എഴുതിയ സുവിശേഷം 7:11-13 വാക്യങ്ങൾ. അവിടെ യേശു കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, ഇതേ വചനത്തിൽ കടന്നു വരുന്ന യേശു ഇപ്പോൾ നമ്മൾ വചന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വിശ്വാസത്താൽ യേശുവിനെ സ്വീകരിക്കാൻ ഇപ്പോൾ ഹൃദയം തുറക്കുകയാണെങ്കിൽ ഇപ്പോൾ യേശു വരികയാണ്. അവിടെ യേശു വന്നു. നായിം എന്ന പട്ടണമാണ്. ആ പട്ടണത്തിൽ യേശു ആയിരങ്ങളോട് കൂടി കടന്നു വരികയാണ്. ഈ ശിഷ്യന്മാരെല്ലാം കൂടെയുണ്ട്. എന്നാൽ അവർ നോക്കുമ്പോൾ എതിർഭാഗത്തു നിന്ന് മറ്റൊരു ജനക്കൂട്ടം കടന്നു വരികയാണ്. അവർ നോക്കുമ്പോൾ ആ ജനക്കൂട്ടത്തിന് നടുവിൽ ഒരു ശവം പഞ്ചം പിടിച്ച് 4 ചെറുപ്പക്കാർ, അതിനടുത്ത് തന്നെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അമ്മ. ഒരു വിധവയാണ് എന്നാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്, വിധവയുടെ ഏക മകൻ. ആ അമ്മയുടെ വേദന ഒന്ന് ഓർക്കുക. ജീവിത പങ്കാളിയില്ല, ഇതാ മകനും മരിച്ചു പോയി.
ജീവിതം മുഴുവനും തകർക്കപ്പെട്ടൊരവസ്ഥയിലാണ്. ഇതാ അവർ ഈ മകൻ്റെ ശവമായി ഈ മകനെയും പിടിച്ചു വരികയാണ്. ഈ മകനെ വഹിച്ചുകൊണ്ട് അവർ വരികയാണ്. ഈ സമയം യേശു എതിരെ വരികയാണ്. യേശു കടന്നു വന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മയെ നോക്കി പറഞ്ഞു, കരയണ്ട. അവളെ ആശ്വസിപ്പിച്ചു. കരയണ്ട എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച് തിരിച്ചു പോകുന്നവനല്ല നമ്മുടെ കർത്താവ്. യേശു നമ്മുടെ പരിഹാരമാണ്. യേശു എന്താണ് ചെയ്തത്? യേശു ശവമഞ്ചത്തിൽ കൈകൾ വെച്ചു. കൈകൾ വെച്ചപ്പോൾ തന്നെ അത് വഹിച്ചിരുന്നവർ നിന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിൻ്റെ കരബലത്തിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ നയിക്കപ്പെടുന്നത് തകർച്ചയിലായിരിക്കും. എന്നാൽ ആ തകർച്ച അവിടെ നിൽക്കും. നമ്മുടെ രോഗം നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്ന മരണത്തിലേക്കായിരിക്കാം. എന്നാൽ യേശു കരം വയ്ക്കുമ്പോൾ അവിടെ ആ രോഗം നിൽക്കും. അവിടെ സൗഖ്യമുണ്ട്. ആത്മഹത്യയിലേക്ക് പോകുന്ന കുടുംബങ്ങൾ ഇതിലുണ്ടായിരിക്കാം. എന്നാൽ യേശു കരം വയ്ക്കുമ്പോൾ ആ യാത്ര ആത്മഹത്യയിലേക്കല്ല, അത് ജീവനിലേക്കുള്ള യാത്രയായി രൂപാന്തരപ്പെടും. യേശു കരം വയ്ക്കുമ്പോൾ കാര്യങ്ങൾക്ക് മാറ്റം വരും. യേശു കരം വെച്ചപ്പോൾ അവർ അവിടെ നിന്നു. ശേഷം യേശു പറഞ്ഞു, യുവാവേ എഴുന്നേൽക്കുക. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം, ജീവിക്കുന്ന വചനം കടന്നു വന്നു. ആ മകൻ ജീവനിലേക്ക് കടന്നു വന്നു. എന്താണ് സംഭവിച്ചിട്ടുണ്ടായിരിക്കുക? അവരെല്ലാവരും പൊട്ടിക്കരഞ്ഞിട്ടുണ്ടായിരിക്കും. ആ അമ്മയും മകനും കെട്ടിപ്പിടിച്ചിരിക്കും. പ്രിയപ്പെട്ടവരെ, നഷ്ടപ്പെട്ടു പോയ മകനെ കർത്താവ് അമ്മയ്ക്ക് തിരിച്ചു കൊടുക്കുകയാണ്. വചനം പറയുന്നു, ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. ഇതേ അനുഭവം സ്വീകരിക്കുവാൻ പ്രിയപ്പെട്ടവരെ ഹൃദയത്തുറവിയുള്ളവരായിരിക്കുക. ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ശ്രദ്ധിച്ചു, ഈ പ്രിയപ്പെട്ട സഹോദരൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ശ്രദ്ധിച്ചു, അത് ദുഃഖത്തിൻ്റെ കണ്ണുനീരല്ല, അത് പ്രത്യാശയുടെ കണ്ണുനീരായിരുന്നു. അത് കൃപയുടെ കണ്ണുനീരായിരുന്നു. ആ സഹോദരൻ എന്നോട് പറഞ്ഞു, സാർ, എനിക്കും യേശുവിനെ വേണം, എനിക്കും യേശുവിനെ അനുഭവിക്കണം. ഞാൻ പറഞ്ഞു, നീ പോയി വചനം കേൾക്കുക. അങ്ങനെ ഈ സഹോദരന് ഞാൻ ലീവ് കൊടുത്ത് ഒരു ശുശ്രൂഷയിലേക്ക് പറഞ്ഞയക്കുകയാണ്. 5 ദിവസത്തെ ഒരു താമസമുള്ള ധ്യാനം. ആ ധ്യാനത്തിന് ശേഷം അവർ തിരിച്ചു വന്നപ്പോൾ എനിക്ക് ഈ സഹോദരനെ തിരിച്ചറിയാൻ സാധിച്ചില്ല. കാരണം മുഖത്ത് സൂര്യനെ പോലെ പ്രകാശമാണ്. ഞാൻ പറഞ്ഞു, നിനക്ക് ലഭിച്ചിട്ടുള്ള ഈ സദ്വാർത്ത നിന്റെ വീട്ടിൽ ചെന്ന് അറിയിക്കുക. ഈ സഹോദരൻ പറഞ്ഞു, ഞാൻ എൻ്റെ കർത്താവിനെ കണ്ടുമുട്ടി. ഞാൻ കർത്താവിനെല്ലാം മറന്ന് ആരാധിച്ചു. ഞാൻ എൻ്റെ ജീവിതത്തെ കർത്താവിന് മുന്നിൽ അടിയറ വെച്ചു. എൻ്റെ പാപങ്ങളെ ഓർത്ത് ഞാൻ അനുദപിച്ചു. എൻ്റെ കർത്താവ് എന്നെ കഴുകി, എന്നെ പുതുക്കമുള്ളവനാക്കി മാറ്റി. അതിനുശേഷം അവൻ വീട്ടിലേക്ക് ചെന്നു. തിരിച്ചു വന്നത് അതിന് വലിയ സന്തോഷത്തിലായിരുന്നു. എന്താണ് ആ സന്തോഷം? അവൻ എന്നെ കെട്ടിപ്പിടിച്ച് മുത്തം നൽകി പറഞ്ഞു, സാർ, എൻ്റെ വീട്ടിലേക്ക് ഞാൻ കടന്നു ചെല്ലുമ്പോൾ ഞാൻ കണ്ട കാഴ്ച ഇതാണ്. വർഷങ്ങളായി തളർന്നു കിടന്നിരുന്ന എൻ്റെ അച്ഛൻ ഉമ്മറത്തിരുന്ന ചെറിയൊരു ഭവനമാണ്. അവിടെ ഇരുന്ന് എൻ്റെ അമ്മയുടെ കൂടെ ഇരുന്ന് കഞ്ഞി കുടിക്കുന്നതാണ് ഞാൻ കണ്ടത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓടിച്ചെന്നു അച്ഛനും അമ്മയും കെട്ടിപ്പിടിച്ചു. അവർ പൊട്ടിക്കരഞ്ഞ് ഇപ്രകാരം പറഞ്ഞു, മോനെ, എന്താണ് സംഭവിച്ചെന്ന് അറിഞ്ഞൂടാ? നിൻ്റെ അച്ഛൻ ഒരു ദിവസം എഴുന്നേൽക്കുകയാണ്. ഇവൻ ചോദിച്ചു, എന്നാണ് അത് സംഭവിച്ചത്? ഇന്ന ഡേറ്റാണ് അത് സംഭവിച്ചത്. ആ മകൻ ഇപ്രകാരം പറഞ്ഞു, അന്നാണ് ഞാൻ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചിട്ടുള്ള ദിവസം. പ്രിയപ്പെട്ടവരെ, യേശുവിനെ സ്വീകരിച്ച അതേ ദിവസം യേശു ആ വീടിൻ്റെ മേൽക്കൂര പൊളിച്ച് ആ കുടുംബത്തിലേക്ക് ഇറങ്ങി വന്ന് തളർന്നു കിടക്കുന്ന ആ മകൻ എഴുന്നേൽപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ശേഷം അവൻ്റെ അനുജന്മാൻ സാന്ദ്രപ്പെട്ടു. പ്രിയപ്പെട്ടവർ, ഇത് നമുക്കുള്ള കർത്താവിൻ്റെ ദൂതാണ്. നീ വിശ്വസിച്ചാൽ കർത്താവിന് നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യാൻ സാധ്യമാണ്. വിശ്വസിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഒരു വ്യക്തി വിശ്വസിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു ദൂതിപ്രകാരമാണ് ആ വ്യക്തിക്ക് ഉറച്ചു നിൽക്കാൻ സാധ്യമാണ്. ഇപ്രകാരം വചനം പറയുന്നു, ലൂക്ക 1:45, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. മറിയത്തിന് എന്തുകൊണ്ട് ഉറച്ചു നിൽക്കാൻ സാധിച്ചു? കുരിശിന് താഴെ ഒത്തിരി വേദനയിലൂടെ മറിയം കടന്നുപോയി. സ്വന്തം പുത്രനെ യഹൂദർ അടിക്കുന്നതും കുരിശിൽ തറയ്ക്കുന്നതും അവൾ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടും അവൾ കർത്താവിൽ ഉറച്ചു നിന്നു. എന്താണ് കാരണം? തന്നോട് പറഞ്ഞ വചനങ്ങൾ അത് മാനുഷിക വചനങ്ങളല്ല, ദൈവത്തിന് ദൂതുകളാണെന്ന് മറിയത്തിന് അറിയാമായിരുന്നു. മറിയം കൃപയുള്ളവൾ, അവൾ ഉറച്ചു നിന്നു. അപ്പോസ്തലൻ പൗലോസ് വചനം പറയുന്നു, അപ്പോസ്തല പ്രവർത്തനം 27-25 ഇതാ ആ കപ്പൽ വലിയൊരു കൊടുങ്കാറ്റിൽപ്പെട്ടിരിക്കുകയാണ്. പൗലോസ് ഇതാ റോമിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 273 യാത്രക്കാർ അതിലുണ്ട്. മറ്റാർക്കും വിശ്വാസമില്ല. എന്ന ഒരൊറ്റ വ്യക്തിക്ക് മാത്രം വിശ്വാസമുള്ളൂ. അവൻ്റെ പേരാണ് പൗലോസ്. പൗലോസ് പറഞ്ഞു, എന്നോട് പറഞ്ഞതെല്ലാം അതുപോലെ സംഭവിക്കുമെന്ന് എൻ്റെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവർ, ഇതാണ് വിശ്വാസം. പൗലോസിനോട് കർത്താവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ റോമിൽ നിൽക്കുക തന്നെ ചെയ്യും. നീ എന്നെക്കുറിച്ച് റോമിലും സാക്ഷ്യം നൽകും, ജെറുസലേമിലും സാക്ഷ്യം നൽകിയതുപോലെ തന്നെ കർത്താവിൻ്റെ വചനത്തെ പൗലോസ് മുറുകെ പിടിച്ചു. കൊടുങ്കാറ്റിന് മുന്നിലും
തിരുമെന്ന കടൽ തിരമാലകൾ മുന്നിലും പൗലോസ് പറഞ്ഞു, എന്നോട് പറഞ്ഞതെല്ലാം സംഭവിക്കുമെന്ന് എൻ്റെ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിലും ഒത്തിരി പ്രതിസന്ധിയിലൂടെയും മരണത്തിൻ്റെ മുന്നിലൂടെയും ഞാൻ കടന്നു പോയിട്ടുണ്ട്. ആ സമയങ്ങളെല്ലാം എന്നെ ജ്വലിപ്പിച്ചൊരു വചനമുണ്ട്. 138 സങ്കീർത്തനം 8 വാക്യം ദൈവം എന്നോട് അരുളി ചെയ്യുന്നത്. 138 സങ്കീർത്തനം 8 വാക്യം, എന്നെക്കുറിച്ചുള്ള കർത്താവിൻ്റെ ഹിതം കർത്താവ് നിറവേറ്റും. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നമ്മൾ വലിയ ഭാരത്തിലാണോ, വേദനയിലാണോ, രോഗപീഠയിലാണോ, മരണത്തിന് മുന്നിലാണോ? വേദനിക്കരുത്, നിരാശപ്പെട്ടു പോകരുത്. കർത്താവ് നമ്മെ നോക്കി പറയുകയാണ്, നിന്നെക്കുറിച്ചുള്ള പദ്ധതി നിറവേറ്റാതെ ഞാൻ നിന്നെടുക്കുകയില്ല. ഞാൻ നിന്നെക്കുറിച്ചുള്ള പദ്ധതി നിറവേറ്റും. എപ്പോൾ? നമ്മൾ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ. ഉറച്ചു നിൽക്കുന്നവരെ കർത്താവ് നിങ്ങൾ അനുഗ്രഹിച്ചുയർത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് പിന്നിലുള്ളവ വിസ്മരിച്ച് മുന്നിലുള്ള ദൈവത്തിൻ്റെ മഹത്വം കണ്ടുകൊണ്ട് വിശ്വാസത്താൽ ഓടുക. മഹാരാഷ്ട്രയിൽ ബലാപൂർ എന്ന സ്ഥലത്ത് ഞങ്ങൾ കർത്താവിൻ്റെ വചനമായി പോകുകയാണ്. അവിടെ ഒരു ശുശ്രൂഷയിൽ ഒരു സിസ്റ്റർ പങ്കെടുക്കുകയാണ്. ഞങ്ങൾ മുഖത്തേക്ക് നോക്കി, സൂര്യ തേജസ്സാണ്, ദൈവത്തിൻ്റെ അഭിഷേകം നിറഞ്ഞു നിൽക്കുന്നു. ഞാൻ ചോദിച്ചു, ജീവിതത്തിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത്, ഒന്ന് പറയാമോ? ആ സിസ്റ്റർ വളരെ ആത്മനിറവോടെ ആ സമൂഹത്തോട് ഇപ്രകാരം ഒരു സാക്ഷ്യം പറയുകയാണ്. ഞാനൊരു വിജാതി കുടുംബത്തിൽ ജനിച്ച മകളാണ്. എൻ്റെ മാതാപിതാക്കൾക്ക് ഞാൻ ഏകപുത്രിയാണ്. എന്നാൽ ഞാൻ പഠിച്ച സ്കൂളിലൂടെ ഞാൻ കർത്താവ് യേശുവിനെ കണ്ടുമുട്ടുകയാണ്. ചെറുപ്പം മുതൽ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എനിക്ക് സിസ്റ്റർ ആകണം. എന്നാൽ മാതാപിതാക്കൾ സമ്മതിക്കുന്നില്ല. നക്സൽ ഏരിയയാണ് അവർ താമസിക്കുന്ന ഏരിയ. അങ്ങനെ ഈ മകളുടെ മുൻപിൽ വെച്ച് ഈ മകളുടെ അച്ഛനെ നക്സലേറ്റുകാർ കൊല്ലുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് നാട്ടുകാരെല്ലാം ഓടിക്കൂടി. അച്ഛൻ്റെ ഫ്യൂണറലെല്ലാം കഴിഞ്ഞ് ബന്ധുക്കളും നാട്ടുകാരും ഈ പെൺകുട്ടിയോട് പറഞ്ഞു, മകളെ, നീ നിൻ്റെ അമ്മയെ വിട്ട് പോകരുത്, നീ ഒരിക്കലും സിസ്റ്റർ ആകരുത്. ഈ സഹോദരി പറയാണ്, ഞാൻ അപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഒരു അഗ്നി സൂക്ഷിച്ചു. എൻ്റെ അച്ഛൻ മരിച്ചുപോയി, എനിക്ക് വേദനയുണ്ട്, എൻ്റെ അമ്മ ഒറ്റയ്ക്കാണ്. എങ്കിലും എൻ്റെ കർത്താവിനോടുള്ള വിശ്വാസവും സ്നേഹവും ഞാൻ മാറ്റി നിർത്തിയില്ല. ഞാൻ അതിൽ ജ്വലിക്കാൻ തുടങ്ങി. ഒരു ദിവസം ഈ സഹോദരി ഒരു സ്വപ്നം കാണുകയാണ്. ഇതാ വലിയൊരു കൊടുങ്കാറ്റ്. ആ സ്വപ്നത്തിൽ ജ്യോതി സിസ്റ്റർ എന്നാണ് സിസ്റ്ററുടെ പേര്. സിസ്റ്റർ പറയുകയാണ്, ഞാൻ കണ്ടത് ആ കൊടുങ്കാറ്റിൻ്റെ മീതെ ഞാൻ പറക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 30-31 വാക്യങ്ങൾ, യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം, ചെറുപ്പക്കാർ ശക്തിയേറ്റ് വീഴാം, എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന വീണ്ടും ശക്തി പ്രാപിക്കും. അവൻ കഴുകനെ പോലെ ചിറകടിച്ചുയരും, അവർ ഓടിയാൽ തളരുകയില്ല, നടന്നാൽ ക്ഷീണിക്കുകയുമില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവിൽ ആശ്രയിക്കുന്നവൻ, കർത്താവിൽ വിശ്വസിക്കുന്നവൻ, അവൻ കഴുകനെ പോലെ ചിറകടിച്ചുയരും. കാക്കയെ പോലെയല്ല, പക്ഷികളെ പോലെയല്ല, സാധാരണ പക്ഷികളെ പോലെയല്ല കഴുകൻ. എന്താണ്? അവൻ പറക്കുന്നത് ഉന്നതങ്ങളിലാണ്. യേശയ്യാ 58:14 വചനം പറയുന്നു, ഞാൻ നിന്നെ ഉന്നത ഗിരികളിലൂടെ സവാരി ചെയ്യിപ്പിക്കും. വിശ്വസിക്കുന്ന വ്യക്തികളെ കർത്താവ് പറപ്പിക്കും. പ്രിയപ്പെട്ടവരെ, അവർ താഴ്ന്ന ലെവലിലല്ല പറക്കുന്നത്, ഉന്നതങ്ങളിൽ. അവരെ തടയാൻ ഈ ലോകത്തിന് ഒരു ശക്തിക്ക് സാധ്യമല്ല. ജ്യോതി സിസ്റ്റർ പറയുകയാണ്, എനിക്ക് മനസ്സിലായി, ജീവിതത്തിൻ്റെ ഒരു കൊടുങ്കാറ്റിനും ഒരു തിന്മയ്ക്കോ ഒരു പ്രതിസന്ധികൾക്കോ ഒരു പ്രലോഭനത്തിനോ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ മാറ്റി നിർത്താൻ സാധ്യമല്ല. പൗലോസ് പറഞ്ഞതുപോലെ തന്നെ ഈ മകൾ പറയുകയാണ്. കാരണം ആ വിശ്വാസത്തിൽ അടിയുറച്ചു, അവൾ പറന്നു. പിന്നീട് എല്ലാ പ്രതിബന്ധങ്ങളെ മാറ്റി നിർത്തി ഇന്ന് അവൾ കർത്താവിന് മണവാട്ടിയാണ്. അനേക ആത്മാക്കൾ നേടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആദ്യത്തെ വാഗ്ദാനം ഇതാണ്, വിശ്വസിക്കുക, കർത്താവ് നമ്മെ ഉറപ്പിക്കും. രണ്ടാമത്, വിശ്വസിക്കുന്ന വ്യക്തികളെ കർത്താവ് രൂപാന്തരപ്പെടുത്തും. പ്രിയപ്പെട്ടവരെ, കർത്താവിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണോ, നിന്റെ ജീവിതം പടിപടിയായി ഉയരാൻ തുടങ്ങും, അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും, ജീവിതത്തിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങും, നിരാശ മാറും. നമ്മുടെ ജീവിതത്തിലെ പ്രതിബന്ധങ്ങളെ ഓർത്തുള്ള വേദനിപ്പിക്കുന്ന ഭയത്തിൻ്റെ ചിന്തകളെ കർത്താവ് പിഴുതു മാറ്റും. വിശ്വസിക്കുന്ന വ്യക്തിയുടെ മുന്നിൽ പ്രതിബന്ധമേയല്ല, അത് വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തിയായി കർത്താവ് രൂപാന്തരപ്പെടുത്തും. ദാവീദിന്റെ ജീവിതം പഠിക്കുക. ഇടയച്ചെറുക്കനായ ദാവീദ് കർത്താവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സമയം സാമുവേൽ പ്രവാചകനിലൂടെ കർത്താവ് അവനെ അഭിഷേകം ചെയ്യുന്നു. 1 സാമുവേൽ 16-ാം അധ്യായം 13-ാം വാക്യം. ശേഷം വിശ്വാസത്തിൻ്റെ ഒരു വീരപുരുഷനായ ദാവീദ് മാറുകയാണ്. സമയത്താണ് ഫിലിസ്തർ ഇതാ ഇസ്രായേലിനെ ആക്രമിക്കുന്നത്. സാവൂൾ എന്ന രാജാവ് അവിടെയുണ്ട്, 10,000-കണക്കിന് പട്ടാളക്കാരുണ്ട്. ഏലാ താഴ്വരയിൽ 2 രാജ്യങ്ങളും തമ്മിൽ പരസ്പരം യുദ്ധത്തിന് വേണ്ടി നിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അവിടെ ഗോലിയാത്ത് കടന്നു വരികയാണ്. ഫിലിസ്തീൻ വലിയൊരു മല്ലൻ. ആരാണ് ഗോലിയാത്ത്? അത് നമ്മുടെ മുന്നിലേക്ക് വരുന്ന തിന്മയുടെ സ്വാധീനങ്ങളായിരിക്കാം,
പ്രതിസന്ധികളായിരിക്കാം, പ്രതികൂലങ്ങളായിരിക്കാം. പ്രിയപ്പെട്ട ദൈവജനമേ, ഭയപ്പെട്ടു പോകരുത്. നമ്മളൊരു ദാവീദാണ്, നമ്മൾ അഭിഷേകം ചെയ്യപ്പെട്ടവനാണ്. അനേകർ ഓടിപ്പോയി. സമയം ദാവീദ് എന്താണ് ചെയ്തത്? അവർ മുന്നേറി. അവൻ്റെ കയ്യിൽ ആയുധങ്ങളില്ല, സൈന്യബലത്താലല്ല, കരബലത്താലല്ല, ആത്മാവിൻ്റെ ശക്തിയാൽ. സക്കറിയ 4:6 വചനപ്രകാരം ദാവീദ് മുന്നേറി. ദാവീദ് മുന്നേറിയപ്പോൾ ഗോലിയാത്ത് അവനെ നോക്കി പുച്ഛിക്കുകയാണ്. ഈ സമയം ദാവീദ് എന്താണ് അതിനെതിരെ പറയുന്നത്? അതാണ് വിശ്വാസത്തിൻ്റെ വാക്കുകൾ. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതികൂലം വരുമ്പോൾ നമ്മൾ അവിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയരുത്. രോഗം വരുമ്പോൾ ഞാൻ ഈ രോഗം മൂലം മരിക്കുമെന്ന് പറയരുത്. കടബാധ്യത വരുമ്പോൾ ഈ കടബാധ്യത എന്നെ തകർക്കുമെന്ന് പറയരുത്. കാരണം നമ്മുടെ കർത്താവ് ജീവിക്കുന്ന ദൈവമാണ്, ഉത്ഥാനം ചെയ്ത ദൈവമാണ്. നമ്മുടെ കർത്താവ് വിജയം നൽകുന്ന ദൈവമാണ്. സഫാനെ 3:17. ആ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് മുന്നേറ്റമുണ്ട്. ദാവീദ് പറഞ്ഞു, ഞാൻ വരുന്നത് എൻ്റെ നാമത്തിലല്ല. 1 സമൂയേൽ 17:45 വചനം. ഗോലിയാത്ത് എന്ന പ്രതിസന്ധിയെ നോക്കി നമ്മളും പറയണം പ്രിയപ്പെട്ടവരെ, ഞാൻ വരുന്നത് എൻ്റെ നാമത്തിലല്ല, ഞാൻ വരുന്നത് ജീവിക്കുന്ന ദൈവമായ കർത്താവിൻ്റെ നാമത്തിലാണ്. അവിടെ തന്നെ ശത്രു പരാജയപ്പെട്ട് കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രോഗങ്ങളെ നോക്കി പറയണം, ഞാൻ വരുന്നത് യേശുവിൻ്റെ നാമത്തിലാണ്. രോഗപീഠകൾ മാറിപ്പോകും. നമ്മുടെ പ്രതിസന്ധിയെ നോക്കി പറയണം, ഞാൻ വരുന്നത് യേശുവിൻ്റെ നാമത്തിലാണ്. രാജ്യത്തിൻ്റെ വാതിലുകൾ തുറക്കാൻ തുടങ്ങും. പ്രിയപ്പെട്ടവരെ, ഭാരങ്ങൾ മാറാൻ തുടങ്ങും. വർഷങ്ങളായി അടയപ്പെട്ടിരിക്കുന്ന വാതിലുകൾ നമുക്ക് വേണ്ടി തുറക്കണോ? പറയുക, ഞാൻ വരുന്നത് യേശുവിൻ്റെ നാമത്തിലാണ്, ഞാൻ വരുന്നത് യേശുവിൻ്റെ നാമത്തിലാണ്. ദാവീദ് അത് പറഞ്ഞു. ശേഷം ദാവീദ് പറഞ്ഞു, അത് വളരെ പ്രധാനപ്പെട്ടതാണ്, കർത്താവ് നിന്നെ ഇന്ന് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. 1 സമൂയേൽ 17:45 മുതൽ 47 വരെ വാക്യങ്ങൾ. ദാവീദ് പറഞ്ഞു, കർത്താവ് നിന്നെ ഇന്ന് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. പ്രിയപ്പെട്ടവരെ, പറയുക, നിന്റെ പ്രതിസന്ധിയെ കൂട്ടിവെച്ച് പറയുക, കർത്താവ് നിന്നെ ഇന്ന് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. അവിടെ വിജയമുണ്ട്, അവിടെ അത്ഭുതങ്ങളുണ്ട്. പ്രിയപ്പെട്ടവർ, അതിനുശേഷം ദാവീദ് പറഞ്ഞു, ഇവിടെ ഒരു ദൈവമുണ്ടെന്ന് ലോകം മുഴുവൻ അറിയും. ശേഷം വീണ്ടും ദാവീദ് പറയാണ്, ഈ യുദ്ധം കർത്താവിൻ്റെ യുദ്ധമാണ്. സമ്പൂർണമായ പരാജയമാണ് പിശാചിന് സംഭവിച്ചത്. സമ്പൂർണമായി ഗോലിയാത്ത് അടിയറ വീണു. സമ്പൂർണമായി ഗോലിയാത്ത് വീണു. അവൻ്റെ കല്ലുകൾ കൊണ്ടല്ല, ആ കല്ലുകളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. 1 സമൂയേൽ 17:49. കല്ലുകൾ കൊണ്ട് മല്ലൻ വീഴുകയില്ല, എന്നാൽ ആ കല്ലിൽ ആത്മാവ് ഉണ്ടായിരുന്നു. ദാവീദിന്റെ വാക്കുകളിൽ അഭിഷേകം ഉണ്ടായിരുന്നു. ആ വാക്കുകൾ പിശാചിന്റെ തലയെ തകർത്തിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിൻ്റെ വാക്കുകൾ അത്ഭുതങ്ങളെ കൊണ്ടുവരും. ആ വ്യക്തി രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കും. നിത്യജീവനിലേക്ക് കർത്താവ് അവനെ കൊണ്ടുപോയിരിക്കും. നിത്യജീവൻ ഒരു യാഥാർത്ഥ്യമാണ്. 3ാമത്തെ വാഗ്ദാനം ഇതാണ് പ്രിയപ്പെട്ടവർ, വിശ്വസിക്കുന്ന വ്യക്തിക്ക് മുന്നേറ്റം ഉണ്ടായിരിക്കും. അവനായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് കർത്താവ് അവനെ പുറത്തേക്ക് കൊണ്ടുവരും. ഫെബ്രുവരി 11:33 വാക്യം പറയുന്നു, അവർ വിശ്വാസത്താൽ രാജ്യങ്ങളെ പിടിച്ചടക്കി, സിംഹത്തിൻ്റെ വായടച്ചു, അഗ്നിയുടെ ശക്തി കെടുത്തി, വാളിൻ്റെ വായ്ത്തലയിൽ നിന്ന് രക്ഷ പ്രാപിച്ചു, നീതി നടപ്പാക്കി. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്താൽ എല്ലാം സാധ്യമാണ്. മാർക്കോസ് എഴുതിയ സുവിശേഷം 9:23 വചനം വീണ്ടും വീണ്ടും ധ്യാനിക്കുക. വിശ്വസിക്കുന്നവർക്ക് സകലതും സാധ്യമാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വിശ്വസിക്കുന്ന വ്യക്തികളെ കർത്താവ് പുറത്തേക്ക് കൊണ്ടുവരും. കർത്താവ് അവർക്ക് മുന്നേറ്റം നൽകും. കർത്താവ് അവർക്ക് വിജയം നൽകും. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 4:18 വാക്യം പറയുന്നു, അബ്രാഹത്തെ കുറിച്ച് വചനം പറയുന്നു, പ്രതീക്ഷയ്ക്ക് വകയില്ലാഞ്ഞിട്ടും അബ്രാഹം കർത്താവിൻ്റെ വചനത്തിൽ പ്രതീക്ഷ അർപ്പിച്ചു. ആ വിശ്വാസം അവന് നീതിയായി ഗണിക്കപ്പെട്ടു. വിശ്വാസികളുടെ പിതാവായി അബ്രാഹം അറിയപ്പെടുന്നുണ്ടെങ്കിൽ എന്താണ് കാരണം? അവൻ പ്രതീക്ഷയ്ക്ക് ഒരു സാധ്യതയുമില്ല, എന്നിട്ടും കർത്താവിൻ്റെ വചനത്തിൽ ആഴമേറെ വിശ്വാസത്തിൽ അവൻ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ കർത്താവ് അവനെ അനുഗ്രഹിച്ചു. ഉൽപ്പത്തി 24:1 കർത്താവ് അബ്രാഹത്തിനെ സകല കാര്യങ്ങളിലും അനുഗ്രഹിച്ചു. അവനെ കർത്താവ് അത്ഭുതമായ വിജയം നൽകി അനുഗ്രഹിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ സംഭവം ഓർക്കുകയാണ്. 2010 ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ ചിലിയിൽ നടന്നൊരു സംഭവം. അവിടെ സാൻ ജോസ് ഗനി, അവിടെയുള്ള ക്യാപിറ്റൽ സിറ്റിയിലുള്ള ഈ ഖനിയിൽ എന്താണ് സംഭവിച്ചതെന്നറിയോ? ഓഗസ്റ്റ് മാസത്തിൽ 5-ാം തീയതി അവിടെ വലിയൊരു ഖനി അപകടം ഉണ്ടാവുകയാണ്. 33 ഖനി തൊഴിലാളികൾ ജോലി ചെയ്തിരുന്ന ആ ഖനി മണ്ണിടിച്ചിൽ മൂലം, വലിയൊരു സ്ഫോടനം മൂലം പ്രിയപ്പെട്ടവരെ അതിലേക്കുള്ള വഴിയെല്ലാം തടയപ്പെടുകയാണ്. ലോകമായിട്ടുള്ള സമ്പർക്കം തടയപ്പെട്ടു. അവർക്കിനി ഒന്നും എത്തിച്ചു കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ അവരുടെ ബന്ധുജനങ്ങളും ഗവൺമെൻറ്റും സൈന്യവും എല്ലാം ഇറങ്ങി തിരിച്ചു. എന്നാൽ
ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അവർ എവിടെയാണെന്ന് പോലും അറിയുന്നില്ല. അവിടേക്കുള്ള ആ വഴി അടയപ്പെട്ട് കഴിഞ്ഞു. അമേരിക്ക ലോകരാജ്യങ്ങളും കടന്നു വന്ന് സഹായിക്കാമെന്ന് പറഞ്ഞു. എന്നാൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? ഭൂമിക്കടിയിൽ ഇവർ ആയിരിക്കുന്ന ഖനി അടയപ്പെട്ടു പോയി. 33 ഖനി തൊഴിലാളികൾ അവിടെയുണ്ട്. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവരുടെ ബന്ധുക്കൾ പോലും ചിന്തിച്ചു അവർ മരിച്ചു പോയിരിക്കാം. അവർക്ക് വേണ്ടി ഇതാ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവർ ബോഡി പോലും ഞങ്ങൾ കിട്ടിയില്ലല്ലോ എന്ന് ചിന്തിച്ച് പരിതപിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, എന്നാൽ 33 പേരിൽ ഒരു വ്യക്തി, അവൻ്റെ പേരാണ് ജോസ് സാന്റിക്യൂസ്. കർത്താവിന് പ്രിയപ്പെട്ട ദാസൻ, കർത്താവിൻ്റെ വചനത്തെ മുറുകെ പിടിച്ച വ്യക്തി. 32 പേരും തളർന്നപ്പോൾ ഈ വ്യക്തി അവരെ ചുറ്റി നിർത്തി ഇപ്രകാരം പറഞ്ഞു, ബൈബിൾ എടുത്തുയർത്തിക്കൊണ്ട് പറഞ്ഞു, ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല. ഫെബ്രുവരി 13:5 വചനം, ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്ക് ഉപേക്ഷിക്കുകയില്ല. ഞാൻ നിന്നെ തേടി വരുന്ന ദൈവമാണ്. ലൂക്ക 15-ാം അധ്യായത്തിൽ നഷ്ടപ്പെട്ട കുഞ്ഞാടിനെ തേടി വന്ന യേശു ഇന്നും ജീവിക്കുന്ന യാഥാർത്ഥ്യമാണെന്ന് ആ വ്യക്തി അവരോട് പറയുകയാണ്. ആ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വിശ്വാസത്തിൻ്റെ തീ ഉണ്ടായിരുന്നു. അവരെ ശക്തിപ്പെടുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി, വചനമേറ്റു പറയാൻ തുടങ്ങി. പ്രിയപ്പെട്ടവർ, എന്താണ് സംഭവിച്ചതെന്ന് അറിയൂ? 69 ദിവസം കഴിഞ്ഞു ശേഷം ഇതാ ഒരു അത്ഭുതകരമായ ഒരു അടയാളം ഇതാ സൈനികർക്ക് ലഭിക്കുകയാണ്. ഇന്ന സ്ഥലത്താണ് ഖനിയായിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അവർ അപ്രകാരം ഒരു കണ്ടെത്തൽ ലഭിച്ചു കഴിഞ്ഞപ്പോൾ അതെങ്ങനെയാണ് അവർ കണ്ടെത്താൻ സാധിച്ചത്? അത് ഈ കുടുംബത്തിൻ്റെ പ്രാർത്ഥനയാണ്. ജോസ് ഹെൻറിക്യൂസ് എന്ന വ്യക്തിയുടെയും പിന്നീട് ആ വ്യക്തിയുടെ കൂടെയുള്ള വ്യക്തികളുടെയും പ്രാർത്ഥന ഒരു വഴി തുറക്കാൻ കാരണമായി. അതിനുശേഷം ഗവൺമെൻറ് പെട്ടെന്ന് ഇടപെടുകയും അവിടേക്ക് വലിയ ഒരു ഓപ്പറേഷനിലൂടെ ഈ 33 ഖനി തൊഴിലാളികളെയും പുറത്തേക്ക് കൊണ്ടുവരികയാണ്. വലിയൊരു അത്ഭുതമായിരുന്നു പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയുടെയും വിശ്വാസത്തിൻ്റെ ശക്തി. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്ന സകല ഗർത്തങ്ങളിൽ നിന്ന് യേശു ക്രിസ്തുവിന്റെ വിശ്വാസം മൂലം പരിശുദ്ധാത്മാവ് നമ്മെ ഉയർത്താൻ പോകുകയാണ്. നമ്മുടെ ദൈവം സർവശക്തനാണ്, അത്ഭുതങ്ങളുടെ ദൈവമാണ്. ആ ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ മുന്നേറ്റമുണ്ടാകും, അനുഗ്രഹമുണ്ടാകും, അഭിഷേകമുണ്ടാകും. അതിനുശേഷം നിത്യജീവൻ സംഭവിക്കുക തന്നെ ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളുടെ കുടുംബങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വിശ്വാസത്തിൻ്റെ ഒരു അഗ്നി നമ്മുടെ കുടുംബങ്ങളിൽ കത്തി പടരട്ടെ എന്ന് ഈ സമയം പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് യുവജനങ്ങൾക്ക് വേണ്ടി, യുവാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്താൽ എല്ലാം സാധ്യമാണ് എന്ന് പറഞ്ഞ വചനം ഇപ്പോൾ സകല മക്കളിലും മാംസം ധരിക്കട്ടെ എന്ന് ഈ സമയം പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, റൈസപ്പ് എന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അനേകർക്ക് ഈ ശുശ്രൂഷ നിങ്ങൾ ഷെയർ ചെയ്യണം. അപ്രകാരം നമുക്ക് ഒരുമിച്ച് ദൈവരാജ്യത്തിൽ പങ്കാളികളാകാം. കർത്താവിൻ്റെ സഭയെ നമുക്ക് പടുത്തുയർത്താം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.